നമസ്തേ. ഇന്ന് നമ്മൾ വിശാരദ പൂർവാർദ്ധിലെ നവീൻ ഗദ്യചയനികയിലുള്ള മൂന്നാമത്തെ പാഠം കഹാനി നമ്പറോം വാലി തിസോരി എന്നുള്ള പാഠത്തെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നമ്പറോം വാലി തിസോരി എന്നത് എഴുതിയിരിക്കുന്നത് ശ്രീ കുംവർ സുരേഷ് സിംഗ് ആണ്. നമ്പറോം വാലി തിസോരി എന്നാൽ നമ്പറുകൾ അടങ്ങിയിരിക്കുന്ന ലോക്കർ എന്നാണ് അർത്ഥം. നമ്പറോം വാലി തിസോരി എന്നുള്ള പാഠത്തിൽ നിന്നും സപ്രസംഗ വ്യാഖ്യാ കീജിയെ കൂടാതെ പഠിത് പുസ്തകത്തെ ആധാർ പർ നമ്പറോം വാലി തിസോരി പാഠക സാരാംശ് ലിഖിയെ. ഈ പുസ്തകത്തിൻ്റെ പഠിച്ചിരിക്കുന്ന കഥയുടെ ആധാരത്തിൽ നമ്പറോം വാലി തിസോരി എന്നുള്ള പാഠത്തിൻ്റെ സാരാംശം എഴുതുക. കഹാനികാർ കാ പരിചയ്. കഹാനികാറിൻ്റെ പേര് ശ്രീ കുംവർ സുരേഷ് സിംഗ്. ജന്മസ്ഥാൻ ഉത്തർപ്രദേശ്. അദ്ദേഹം ജനിച്ചത് ഉത്തർപ്രദേശിലാണ്. അദ്ദേഹത്തിൻ്റെ ജീവനി. ശ്രീ കുംവർ സുരേഷ് സിംഗ് കാ ജന്മ രാജ് പരിവാർ മേ ഹുവ. ശ്രീ കുംവർ സുരേഷ് സിംഗ് ജനിച്ചത് രാജകുടുംബത്തിലായിരുന്നു. ആരംഭ് സേഹി സാഹിത്യക്കെ പ്രതി ഉൻകി രുചി ബനി രഹി. തുടക്കം മുതൽ തന്നെ, അതായത് കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹത്തിന് സാഹിത്യത്തിൽ വളരെയധികം ഇഷ്ടമുണ്ടായിരുന്നു. സാഹിത്യ പരിചയ്. പശു പക്ഷി के बारे में इन्होंने जितना लिखा है उतना किसी ने अभी तक नहीं लिखा है. പക്ഷിമൃഗാദികളെക്കുറിച്ച് അദ്ദേഹം എത്രത്തോളം എഴുതിയിട്ടുണ്ടോ അത്രത്തോളം ആരും തന്നെ ഇതുവരേക്കും എഴുതിയിട്ടില്ല. ബാൽ സാഹിത്യ കോബി ഉനോനെ കാഫി സമൃദ്ധിക്കിയ. ബാലസാഹിത്യങ്ങൾ, അതായത് കുട്ടികളുടെ കാവ്യത്തിനും സാഹിത്യത്തിനും വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചു. ഉൻകി കൈ പുസ്തകയും ഭാരത് സർക്കാർ ദ്വാര പുരസ്കൃത ഹെ. അദ്ദേഹത്തിൻ്റെ വളരെയധികം പുസ്തകങ്ങൾ ഭാരത സർക്കാർ വളരെയധികം സമ്മാനങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. സാരാംശ്. നമ്പറോം വാലി തിസോരി ഹാസ്യ കഥ കുംവർ സുരേഷ് സിംഗ് രചിത് അനുപം കഹാനി ഹെ. നമ്പറോം വാലി തിസോരി എന്നുള്ള ഹാസ്യ കഥ കുംവർ സുരേഷ് സിംഗ് രചിച്ചിരിക്കുന്ന വളരെ ഒരു പരിഹാസകരമായ കഥയാണ്. നമ്പറോം വാലി തിസോരി ജിസ്കാ നമ്പർ കിസി കോ മാലൂം നഹീ ഹെ ഉസ്കെ ഘർ കി ശോഭ बढ़ाने के लिए രാജ്മഹൽ के मैनेजर घर ले जाते हैं. നമ്പറോം വാലി തിസോരി അതിൻ്റെ നമ്പർ ആർക്കും അറിയാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ശോഭ ഭംഗി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി രാജകൊട്ടാരത്തിൽ നിന്നും മാനേജറുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇസ് ഘടനയ്ക്ക് രുചികർ വർണ്ണൻ ഇസ് കഥാമേ കഹാനികർ പ്രസ്തുത കർത്തേ ഹെ. അതിൻ്റെ മനോഹരമായ വർണ്ണനയാണ് ഈ കഥയിലൂടെ കഹാനികർ നമ്മളുടെ മുന്നിൽ ചിത്രീകരിക്കുന്നത്. ശൈലി की रोचकता तथा ഭാഷ की സജീവത ഇസ് കഹാനി की വിശേഷത ഹെ. ശൈലിയും ഇതിൻ്റെ ഭാഷയും വളരെയധികം നല്ല രീതിയിൽ ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നു. राजसेवा. कहानी के प्रारंभ में आजकल के सरकारी कार्यालय में काम करने वाले बाबुओं का व्यंग्य करते हुए कहानीकार कहते हैं कि कहने को तो कोई कुछ कर सकता है लेकिन राजा रईसों की नौकरी करना हंसी खेल नहीं है. കഥയുടെ ആരംഭം തൊട്ട് തന്നെ ഈ ഇപ്പോഴുള്ള ഗവൺമെൻറ് ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഓഫീസർമാരെ പരിഹസിച്ചുകൊണ്ടാണ് കഥാകാരൻ ഇപ്രകാരം പറയുന്നത് എളുപ്പമാണ്, എന്നാൽ രാജാക്കന്മാരുടെ എല്ലാം കൊട്ടാരത്തിൽ ജോലി ചെയ്യുക എന്നുള്ളത് കളിതമാശയല്ല. സർക്കാരി നൗകരോं की 10 बजे घंटी चोटी करके दफ्तर पहुंचे तो कुर्सी पर आराम से बैठ गए. ഗവൺമെൻറ് ജോലിയാണെങ്കിൽ 10 മണിക്ക് ആ മുടിയെല്ലാം നല്ല രീതിയിൽ ചീന്തി ഓഫീസിൽ ചെന്ന് ആ കസേരയിൽ വിശ്രമത്തോടു കൂടി ഇരിക്കാൻ കഴിയും. ലേക്കിൻ താലൂക്കേദാരോं के हम तो दिन भर ही नहीं बल्कि दिन और रात की नौकरी बजानी पड़ती है. എന്നാൽ ഈ രാജാക്കന്മാരുടെ അടുത്താണെങ്കിൽ ദിൻ ബർക്കി നഹി, പകൽ മാത്രമല്ല രാവും പകലും ഒരുപോലെ ജോലി ചെയ്യേണ്ടതായി വരും. കഹാനികാർ രാജസേവാമേ. നമ്മുടെ കഥാകാരൻ രാജസേവനത്തിൽ ഇരുന്ന കാലത്ത്. കഹാനികാർ കെ ചാച്ച ചുയി ഖദാൻ കെ മഹാരാജ് കെ ഹം ബഹുത് ദിൻ സെ നൗകർ ദേ. കഥാകാരൻ്റെ ചെറിയച്ഛൻ ചുയി ഖദാൻ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വളരെ കാലത്തോളം ജോലി ചെയ്തിരുന്നു. ഉൻകി സിഫാരിഷ് മേ രാജാ സാഹബ് കെ ഹാം ഉൻകി നൗകരി മിലീതി. അദ്ദേഹത്തിൻ്റെ ഒരു ശുപാർശയോടുകൂടി രാജാ സാഹബിൻ്റെ കൊട്ടാരത്തിൽ ജോലി ലഭിച്ചു. 10 साल तक राजा के यहाँ रहकर ജമീന്ദാരി ഖതം ഹോനെ കെ ബാദ് വേ വാപ്പസായി. 10 വർഷക്കാലത്തോളം രാജാവിൻ്റെ അടുത്ത് ജോലി ചെയ്തുകൊണ്ട് അതിനുശേഷം തിരിച്ചു വന്നു. മാനേജർ. രാജാ സാഹബ് കം ഉമർ കെ ദേ. രാജാ സാഹബ് ചെറിയ പ്രായമായിരുന്നു. इसलिए अदालत की ओर के एक മാനേജർ തൈനാത്ത് ഹുയി. അതിനാൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ ആവശ്യത്തിലേക്ക് ഒരു മാനേജറെ നിയമിച്ചു. മാനേജർ ഭീമകായ് ശരീർ കെ ദേ. വളരെ വലിയ ശരീരമുള്ള വ്യക്തിയായിരുന്നു. രാജാക്കെ ആകെ പീछे സദാ
थे और हर बात में वे धकेल दिया. രാജാവിൻ്റെ മുന്നിലും പിന്നിലും ഏത് കാര്യത്തിനായാലും കൂടെ ഉണ്ടാവുകയും ഓരോ കാര്യങ്ങളെ നോക്കി നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഉൻകെ ഇസ് വ്യവഹാർ സെ ബഹുത് സ ലോഗ് ദുഃഖിത് थे. ഈ പെരുമാറ്റത്തിൽ വളരെയധികം ജനങ്ങൾ വിഷമിച്ചിരുന്നു. ഹർ കാര്യമേം വേ ബാധ പൈദാ കിയാ കർത്തേ थे. ഓരോ കാര്യത്തിനും തടസ്സം സൃഷ്ടിച്ചിരുന്നു. നമ്പറും വാലി തിസോരി. നമ്മളുടെ കഥയിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. രാജാ സാഹബ് കെ കമരേമേ ഏക് നമ്പറും വാലി തിസോരി दी. രാജാവിൻ്റെ മുറിയിൽ ഒരു ഈ പൂട്ടുകളടങ്ങിയ ഒരു നമ്പറും വാലി തിസോരി ഉണ്ടായിരുന്നു. ദീവാർ മേ ലഗാക്കർ വ കമരേക്ക് ശോഭ. അവിടെ വളരെയധികം ആ റൂമിനും ഭംഗി വരുത്തിക്കൊണ്ടാണ് ഇരുന്നിരുന്നത്. ഉസ്കാ നമ്പർ കിസിക്കോ മാലും നഹീദ. അതിൻ്റെ നമ്പർ ആർക്കും തന്നെ അറിയില്ലായിരുന്നു. ഇസ്ലിയെ ഉസ്സെ രാജാക്കോ കോയി ഉപയോഗ നഹീദ. അതിനാൽ രാജാവിന് ആ ഒരു ലോക്കർ ഉണ്ടായിട്ടും യാതൊരു ഉപയോഗവും ഇല്ലായിരുന്നു. അനേക് കമ്പനിയുമേയും പൂച്ചിനെ പർ ഭി ഉസേ കോൽനേക്ക രാ നഹി മില. വളരെയധികം കമ്പനികളെങ്കിലും സമീപിച്ചുവെങ്കിലും ആർക്കും അത് തുറക്കുവാനുള്ള വഴി തെളിഞ്ഞില്ല. രാജാനെ ഉസേ ദീവാർ കെ അലഗ് കർക്കെ വഹാം കെ ഏക് നയി തിസോരി ലഗാനേക്കോ ആജ്ഞാതി. അവിടെ നിന്നും അതെടുത്ത് മാറ്റി പകരം പുതിയതൊരെണ്ണം വെക്കാനായി ആജ്ഞാപിച്ചു. തിസോരിക്ക് രൂപമേ ലാവണ്യത കോ ദേക്കർ കഹാനികാറിനെ രാജാ സെ തിസോരി കോ ഘർ ലേ ജാനേക്ക് അനുമതി മാങ്കി. അതിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് കഥാകാരൻ രാജാവിനോട് അതിനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചു. രാജാനെ ബി ഹം ഈ ബർദി. രാജാവും അത് സമ്മതിച്ചു. ലേക്കിൻ മാനേജർ ഉസെ അപ്നാ ഘർ ലേ ഗയേ. എങ്കിൽ ആ മാനേജർ, ഭീമകായ ശരീരമുള്ള ആ മാനേജർ അതിനെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായി തയ്യാറാവുകയും വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. തിസോരിക്ക് ഭേണ്ട്. സമ്മാനത്തിൻ്റെ രൂപത്തിൽ ലഭിച്ചത്. മാനേജർ തിസോരി സെ അപ്നെ ഘർ കി ശോഭ ബഡാന ചാഹത്തെ थे. മാനേജർ അതിനെ കൊണ്ടുപോയി തൻ്റെ വീട്ടിലെ ഭംഗി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിച്ചു. ഇസ്ലിയെ നൗക്കർ സെ ഉസെ അപ്നാ ഘർ പഹുഞ്ച ദിയ. വേലക്കാരെയും കൊണ്ട് തൻ്റെ വീട്ടിലെത്തിച്ചു. ഉൻകി പത്നി മായ്ക്കെ ചലി ഗയി दी. ഭാര്യ അവരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. തബി ഉൻകെ ഘർ പർ ടാക്കാപ്പട. ആ സമയത്ത് അവരുടെ വീട്ടിൽ കള്ളൻ കയറി. ടാക്കു ബാഹർ കെ സിപാഹിയും കോ ബാന്ദ് കർ കോട്ടിക്ക് അന്തർ ഗയെ. മാനേജറിലെ പുറത്ത് കാവൽ നിൽക്കുന്ന സൈന്യാധിപനെ കെട്ടിയിട്ടുകൊണ്ട് കൊള്ളക്കാരൻ അകത്ത് കയറി. വഹാ മാനേജർ കോ സോത്തെ ദേക്കർ ഉനോനെ കൂപ്പിട്ട. മാനേജർ ഉറങ്ങുന്നത് കണ്ടുകൊണ്ട് ഒരുപാട് അടിച്ചു. മാനേജർക്കു നമ്പർ കഹാ മാലും ദാ. എത്ര അടിച്ചിട്ടും മാനേജർക്ക് അതിൻ്റെ നമ്പർ അറിയില്ലായിരുന്നു. ഉൻകി തോ കൂപ്പിട്ടായി ഹുയി. അതിനും ഒരുപാട് അടികൊള്ളേണ്ടതായി വന്നു. ടാക്കു കാ സർദാറിനെ സലാക്ക ഗരം കർക്കെ ലാനേക്കോ ഹുക്കും ദിയ. ഒരു കമ്പി വഴിപ്പിച്ചു കൊണ്ടുവരാനായി ആജ്ഞാപിച്ചു. ബാഹർ സിപ്പാഹി കൊന്ന പാക്കർ ടാക്കു ബാഗയി. പുറത്ത് സൈന്യാധിപരൊന്നും ഇല്ലാത്ത നേരം നോക്കി കള്ളൻ ഓടിപ്പോയി. മാനേജർ ബച്ച് ഗയി. മാനേജർ അപ്രകാരം രക്ഷപ്പെട്ടു. തിസോരി തുരന്ത് മഹൽ പഹുഞ്ച് ഗയി. കൊണ്ടുപോയ പെട്ടി അതുപോലെ തന്നെ തിരിച്ച് രാജകൊട്ടാരത്തിലെത്തുകയും ചെയ്തു. പേടിക്ക് നീച്ച്. ഇസ്കെ ബാദ് വ കഹാനികാർ കെ ഗാവ് തക്ക് പഹുഞ്ചായി ഗയി. അതിനുശേഷം അത് കഹാനികാരൻ്റെ വീട്ടിലേക്ക് എത്തിച്ചു. കഹാനികാർ ഘർ കി ശോഭ ബഡാന ഇസ്ലിയെ നഹീം ചാഹത്തെ थे कि വേ മാർ ഖാനെ തയ്യാർ നഹീം थे. കഥാകാരൻ ഒരിക്കലും തൻ്റെ വീടിൻ്റെ ശോഭ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അടികൊള്ളാൻ തയ്യാറായിരുന്നില്ല. അബ് തിസോരി ഘർ കെ ബാഹർ നീം കെ പേട്ട് കെ നീച്ചെ ശോഭ ബഡാ രഹി दी. ഇപ്പോൾ അത് വീടിന് പുറത്തുള്ള ഒരു വേപ്പ് മരത്തിൻ്റെ ചുവട്ടിൽ മരത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. വിശേഷത नंबरों वाली तिसोरी नामक एक कहानी सरकारी दफ्तर की स्थिति के बारे में व्यंग्य करने के साथ स्वार्थी तथा लोभी मैनेजर को सबक सिखाने वाली कहानी है. यही इस कहानी का कथावस्तु है. നമ്പറും വാലി തിസോരി എന്നുള്ള കഥ ഗവൺമെൻറ് ഓഫീസിലെ സ്ഥിതി ചെയ്യുന്ന അതിനെക്കുറിച്ച് പരിഹസിക്കുകയും അതോടൊപ്പം തന്നെ സ്വാർത്ഥിയും അത്യാഗ്രഹിയുമായ മാനേജർക്ക് ഒരു ഗുണപാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കഥയാണ്. ഇതാണ് ഈ കഥയിലെ കഥാവസ്തു.